ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 6. നമ്മളിന്ന് നോക്കുന്നത് അധ്യായം 1 മന്ത്രം 21 മുതൽ 25 വരെയുള്ളതാണ്. അപ്പം ആദ്യം 21 എന്താണ് പറയുന്നതെന്ന് നോക്കാം. 21 ദേവത യജ്ഞമാണ്, കർമ്മങ്ങളാണ്. ഈ ലോകം മുഴുവൻ പലതരം കർമ്മങ്ങളിലൂടെയാണ് ഈ ലോകമെല്ലാം ഉണ്ടായിരിക്കുന്നത്. നമ്മളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് യജ്ഞം തന്നെയാണ്, കർമ്മം തന്നെയാണ്. അപ്പോൾ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തി വിശേഷം ഇവിടെ പറയുന്നത്. ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിനാണ് ശ്രീഹരി എന്നോ ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ എല്ലാം പറയുക. ബ്രഹ്മം എന്നാണ് വേദത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ പോകുമ്പോൾ ബ്രഹ്മമാണ്, നിർഗുണമായിട്ടാണ്. അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ വൈഭവമാണ് ഇവിടെയെല്ലാം. അതെന്താണോ തീരുമാനിച്ചത് അതാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അത് തീരുമാനിച്ചതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് നമുക്ക് സുഖം ലഭിക്കുന്നത്. നമ്മൾ കർമ്മങ്ങൾ ചെയ്യും, ലോകം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സുഖം ലഭിക്കും. നമ്മുടെ ജീവിതം സുഖകരമായി തീരും. പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുരോഗതികളുണ്ടാകും, നമുക്ക് ഐശ്വര്യം കിട്ടും. പുഷ്ടിപ്പെടും. ലോകം പുഷ്ടിപ്പെടുക എന്നാണ് പുരോഗമിക്കുക. നമ്മളും പുഷ്ടിപ്പെടുക എന്നാണ് നമ്മളും പുരോഗമിക്കുക. ദിവസം കഴിയുന്തോറും നമ്മൾ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കും, ലോകവും പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിനെ നയിക്കുന്ന ശക്തി വിശേഷങ്ങളാൽ ആ ശക്തി വിഷയിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മളെ കൈകളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. കൈകളിലൂടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് കർമ്മത്തിലൂടെയാണ്. ആ ശക്തി വിശേഷം നമ്മളെ കൈകളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. കൈകളിലൂടെ ആക്ട് ചെയ്യുന്നതിനാൽ നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുമ്പോൾ അത് തന്നെയാണ് യജ്ഞം. അപ്പം യജ്ഞത്തിലൂടെയാണ് ആ ഈശ്വരൻ തന്നെയാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ നമ്മളുടെ യജ്ഞം ചെയ്യിപ്പിച്ചിട്ടാണ് ലോകത്തെ പുരോഗതിയിലേക്കും നമ്മളുടെ സുഖത്തിലേക്കുമെല്ലാം നയിക്കുന്നത്. ജലത്തെ മൂലികകളാൽ മിശ്രിതമാക്കും. അതായത് നമ്മൾ എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്നത്? ജലത്തെ മറ്റുള്ളതുമായിട്ട് ചേർത്തിട്ട് മിശ്രിതമാക്കും. പാലിൽ തന്നെ അധിക ഭൂരിഭാഗം എന്താണ്? വെള്ളമാണുള്ളത്. ആ വെള്ളത്തിൽ പ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട്? പലതരം വസ്തുക്കൾ, നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാം ചേർത്തിട്ടാണ് അത് പാലായിട്ട് മാറുന്നത്. അപ്പോൾ പലതരം യജ്ഞങ്ങളിലൂടെ ചെയ്യുന്ന എന്താണ്? പലതരം വസ്തുക്കളെ ജലം മിശ്രിതമാകും. അതൊരു ഉദാഹരണം പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. പലതരം വസ്തുക്കളെ നമ്മളിങ്ങനെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കും. അപ്പം ആദ്യം ചെയ്തു ജലത്തെ വല്ലതും ചെയ്തിട്ട് സമ്മിശ്ര മൂലികകളെ, ജലം പോലെയുള്ള വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് മിക്സ്ചറാക്കും. മൂലികകൾ രസങ്ങളായിട്ടും മാറും. അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കളെ കൂട്ടിച്ചേർത്തിട്ട് പലതരം രസങ്ങളായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കുന്നതിനുള്ള വസ്തുക്കളെല്ലാം പലതരം വസ്തുക്കൾ കൂടിച്ചേർന്ന മിശ്രിതങ്ങളാണ്. ഇപ്പോൾ ഒരു മരുന്നെടുത്താൽ തന്നെ അതിൻ്റെ അകത്ത് ജലവും വേറെ വല്ല മൂലികകളും ചേർത്തിട്ട് ആദ്യം ഒരു വസ്തു ഉണ്ടാക്കും. അങ്ങനെ പലതരം വസ്തുക്കൾ ഉണ്ടാക്കും. ആ പലതരം വസ്തുക്കളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ കുപ്പിയിൽ മിശ്രിതമായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആയുർവേദ മരുന്നെടുത്ത് കഴിഞ്ഞാൽ മിശ്രിതം അതിൻ്റെ അകത്ത് ഇരിക്കും. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഇന്നെല്ലാമാണ്. അപ്പം ജലം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വസ്തുവിനെ ആദ്യം മിശ്രിതങ്ങളാക്കുകയും അങ്ങനെ പലതരം മിശ്രിതങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്താക്കി മാറ്റും? രസങ്ങൾ, നമുക്ക് ശരീരത്തിന് ഗുണമുള്ള വസ്തുക്കൾ. രസം എന്ന് പറഞ്ഞാൽ വായിക്ക രസം എന്ന് പറയുന്ന അർത്ഥത്തിലെടുത്താലും നമുക്ക് ശരീരത്തിന്
സുഖപ്രദമായി തീരുന്ന വസ്തുക്കളാക്കി മാറ്റുക. അതായത് പലതരം വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് ഇതെല്ലാം എന്താണ് യജ്ഞത്താലാണ് സംഭവിക്കുന്നത്. ജലം ഔഷധങ്ങളാൽ സമ്മിശ്രമാക്കുമ്പോൾ, അപ്പം ജലം ആയുർവേദ മരുന്നിലുള്ള ജലമുണ്ട്. ജലം എവിടെ നിന്നാണ്? ചെടികളിൽ നിന്നുള്ള നീരെല്ലാം എടുക്കും, ഇതിൻ്റെ വെള്ളം ഇട്ടിട്ട് എല്ലാം തന്നെയാണ് അതിനെ പാകപ്പെടുത്തി എടുക്കുന്നത്. എന്നിട്ട് ചൂടാക്കി തണുപ്പിച്ച് അതിനെ വറ്റിച്ച് എല്ലാമാണ് എന്താക്കി മാറ്റുന്ന മിശ്രിതങ്ങൾ, ഔഷധങ്ങളാവുന്ന മിശ്രിതങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ജലരൂപത്തിലുള്ള വസ്തുക്കൾ ചെടികളിൽ നിന്ന് കിട്ടുന്ന നീരെല്ലാം വെള്ളത്തിലെല്ലാം ഇട്ട് ആട്ടിക്കുറുക്കി എല്ലാം ആകുമ്പോൾ അതെന്തായി മാറും? മിശ്രിതമായിട്ട് മാറും. അങ്ങനെ മധുര ജലത്തുള്ളികൾ, അതങ്ങനെ മധുരമായ ശുദ്ധമായ ജലങ്ങൾ എന്തായിത്തീരും? ഔഷധത്തുള്ളികളായിട്ട് മാറും. അതുവരെ ജലം എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സാധനമാണ്. പക്ഷേ അത് പിന്നെ എന്തായി മാറും? ഔഷധങ്ങളായി മാറുന്നതിനാൽ ചിലപ്പം കയ്പായിരിക്കും, പക്ഷേ അത് ദിവ്യ ഔഷധങ്ങളാണ്. ഇതെല്ലാം ഏതിലൂടെയാണ് സാധിക്കേണ്ടത്? യജ്ഞത്തിലൂടെയാണ് സാധിക്കേണ്ടത്. നമ്മുടെ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയതയിൽ തലങ്ങയിട്ട് എന്തെല്ലോ കത്തിച്ച് വെച്ചിട്ട് എന്തെല്ലോ മന്ത്രം ചൊല്ലുന്നതാണ് യജ്ഞമായിട്ട് കാണുന്നത്. അതൊന്നും അല്ല യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ചായ ഉണ്ടാക്കുന്നതും ചോറുണ്ടാക്കുന്നതും എല്ലാ യജ്ഞങ്ങൾ തന്നെയാണ്. അതിലൂടെ എന്തായിത്തീരും? ഔഷധങ്ങൾ. ഇപ്പോൾ ഔഷധങ്ങളാക്കി മാറ്റുന്ന കാര്യം പറയുകയാണ്. യജ്ഞത്തിലൂടെ നമുക്ക് ഔഷധങ്ങൾ ഉണ്ടാക്കാം. അല്ലാതെ യജ്ഞത്തിനൊന്നും വേറെ അർത്ഥങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം യജ്ഞമാണ്. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. വെള്ളം, ആയുർവേദ മരുന്നെല്ലാം വെള്ളത്തിൽ നിന്ന് പലതും കൂട്ടിച്ചേർത്തിട്ട് ചെടികളെ നീരെല്ലാം കൂട്ടിച്ചേർത്തിട്ട് കുപ്പിയിലാക്കി വരും. അത് ദിവ്യ ഔഷധമായി മാറും. ജലം നല്ല മധുരമുള്ളതാണ്, പക്ഷെ ഇത് ചിലപ്പം കയ്പോ വേറെ എന്തുമായിരിക്കും. ഇനി അടുത്തത് 22. ഇവിടെയും യജ്ഞം തന്നെയാണ്. ജനിതക ക്രിയയുടെ സുഗമമായ പ്രവർത്തനത്തിന്, നമ്മുടെ ജനിതക ഘടനയുടെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജനിതകമായ ചില ഘടകങ്ങളുണ്ട് ശരീരത്തിൻ്റെ അകത്ത്. ആ ജനിതക ഘടനയിൽ അതിലാണ് ഈ വസ്തുക്കളെല്ലാം ഔഷധങ്ങളെല്ലാം കയറി ചെന്നിട്ട് പ്രവർത്തിക്കുന്നത്. ആ ജനിതക ഘടന എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കളാണ്. ശരീരത്തിൽ പലതരം വളരെ സിമ്പിളായ തന്മാത്രകളും വളരെ വലുതുണ്ട്. ജനിതക ഘടന എന്നെല്ലാം പറയുമ്പോൾ വലിയ ചെയിനുമാരിയുള്ള ഒരു കെമിക്കൽ വസ്തുവാണ്. അതേസമയം നമ്മുടെ വയറ്റിൽ ആസിഡുണ്ട്, സിമ്പിളായിട്ടുള്ള വസ്തുക്കളുണ്ട്, പ്രോട്ടീൻ. ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള വസ്തുക്കളും അതേപോലെ തന്നെ മരുന്നുകൾ, ഇതിൻ്റെയെല്ലാം സുഗമമായ പ്രവർത്തനത്തിന് ഞാൻ ഇതിനെ സമ്മിശ്രാവസ്ഥയിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ, ശരീരത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് ശരീരത്തിൽ ഇരുമ്പ് ആവശ്യമുണ്ട്. ഇരുമ്പ് ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്ത് തിന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിന് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അവസാനം വയറ്റിൽ പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. വലിയ കഷ്ണമായി പോയി ചിലപ്പോൾ പുറത്ത് പോയിട്ടില്ലെങ്കിൽ. എന്നാൽ ഇരുമ്പ് എങ്ങനെയാണ് ശരീരത്തിൽ കൊടുക്കുന്നത്? അയൺ ടോണിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു സമ്മിശ്രമായ അവസ്ഥയിലാക്കിയിട്ടാണ്. അപ്പോൾ എന്തും ആ രൂപത്തിലേക്ക് മാറ്റുകയാണ് യജ്ഞങ്ങൾ. ഇരുമ്പിനെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ എല്ലും കഷ്ണം എടുത്ത് തിന്നു കഴിഞ്ഞാൽ കാൽഷ്യം ആവില്ല. കാൽഷ്യം കിട്ടണമെങ്കിൽ കാൽഷ്യം ഗുളിക തന്നെ കഴിക്കും. കാൽഷ്യം ഗുളിക തന്നെ പോരാ, എല്ലെടുത്ത് തിന്നാൽ മതിയോ? പോരാ. അതിനെന്താക്കണം? സമ്മിശ്ര രൂപത്തിലാക്കിയിട്ട്, ഇരുമ്പ് തന്നെ അയൺ എന്ന നിലയിലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അകത്ത് കഴിക്കാൻ പോകുന്നത്, വേറെ എന്തെങ്കിലും അതിൻ്റെ തന്മാത്ര രൂപത്തിലായിരിക്കും. അപ്പം അതിനെ സമ്മിശ്ര രൂപത്തിലാക്കിയിട്ട് ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇത് ആണ് ബഹുമാന്യത അർപ്പിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ഇതിനുള്ള സംവിധാനമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ യജ്ഞം തന്നെയാണ് ഈശ്വരൻ. അപ്പം നമ്മളെ യജ്ഞം തന്നെയാണ് ഈശ്വരനായിട്ട് കാണണം.
ഈശ്വരനെ വേറെ തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യജ്ഞം ചെയ്യുക, അത് ഈശ്വരൻ തന്നെയാണ്, ദേവതയാണ്. യജ്ഞവും ദേവതയാണ്. ഇവിടുത്തെ ദേവത യജ്ഞമാണ്. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം പാടുകെട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലോണം തിന്നാം. അല്ലാതെ യജ്ഞം എന്നത് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് പൂജയും നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല. യജ്ഞം ചെയ്യണമെങ്കിൽ വേദം പറയുന്ന തരത്തിൽ അല്ല, യജ്ഞം ദേവനാണ്. ആ ദേവൻ ഗുണം ചെയ്യണ്ടെങ്കിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും, അനുഭവിക്കാം. അതുകൊണ്ട് യജ്ഞം തന്നെയാണ് ദേവതൻ. എപ്പോഴും ചൂട് നൽകുന്ന അതിനെ, യജ്ഞം ചൂടിലൂടെയാണ്, അഗ്നിയിലൂടെയാണ്, ഊർജത്തിലൂടെയാണ് യജ്ഞം നടത്തേണ്ടത്. യജ്ഞവും ചൂടും തമ്മിൽ ബന്ധപ്പെട്ടാണ് പോകുന്നത്. ചൂട് എന്ന് പറയുമ്പോൾ എനർജി, ഊർജം. യജ്ഞം ഊർജത്തിന്റെ സഹായത്താലേ ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കുമ്പോഴും ഊർജം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റും. എന്ത് യജ്ഞം ചെയ്യുമ്പോഴും അത് ചൂടുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിലൂടെയാണ് അഗ്നം നൽകുന്നത്. അപ്പം യജ്ഞത്തെ അഗ്നിയുടെ സഹായത്താൽ, എന്തെങ്കിലും കർമ്മങ്ങളെ ശക്തിയുടെ, ഊർജത്തിന്റെ സഹായത്താൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ശാസ്ത്രീയമായി ഉപയോഗിക്കുമ്പോൾ അത് അന്നമായി തീരും. അന്നം എന്ന് പറയുമ്പോൾ തിന്നേണ്ട സാധനം എന്നുള്ള നിലയിലൊന്നും ചിന്തിക്കേണ്ട, തിന്നേണ്ട സാധനവുമാകാം. അതായത് അഗ്നി ഉപയോഗിച്ച് അരിയും വെള്ളത്തിയും എടുത്ത് യജ്ഞം ചെയ്താൽ ചോറായി തീരും, തിന്നാം. ഇല്ലെങ്കിൽ വേറെ വല്ല നമുക്ക് ഉപയോഗമുള്ള പ്രൊഡക്റ്റായിട്ട് മാറ്റാം. അപ്പോൾ അന്നം എന്നത് പ്രൊഡക്റ്റായിട്ട് കാണാം, വിശാല അർത്ഥത്തിൽ കാണാം. അപ്പോൾ അഗ്നി ഉപയോഗിച്ച് പലതരം വസ്തുക്കൾ നമുക്ക് നിർമ്മിക്കാം. അടുത്തും അകലെയുമുള്ള അഗ്നി, തീ അല്ലെങ്കിൽ അഗ്നി, അടുത്തും അകലെയുമുള്ള തീ അല്ലെ അഗ്നി യജ്ഞകർത്താവിനെ സഹായിക്കുന്നു. എല്ലാ തരത്തിലും അടുത്തും ദൂരെയുമുള്ള അഗ്നികൾ, ഊർജങ്ങൾ നമ്മുടെ യജ്ഞത്തിന് വേണ്ടിയിട്ട് എല്ലായിടത്തും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. യജ്ഞം ചെയ്യാനുള്ള അഗ്നിയും ഊർജവും ലോകത്തിൽ എല്ലായിടത്തും വിന്യസിച്ചു വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അഗ്നിക്കൊരു ഷോർട്ടേജും ഇല്ല. അത് എല്ലായിടവും വ്യാപിച്ച് കിടക്കുകയാണ്. അതിനെ എടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മുടെ അങ്ങനെയുള്ള അഗ്നി നിന്റെ ത്വക്കിനെ സ്പർശിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അഗ്നി വളരെ കൂടുതലാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാക്കുന്നുണ്ട്? ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അധികം ചൂട് ശരീരത്തിന് കൊടുത്ത് നിന്റെ ത്വക്കിനെ സ്പർശിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ ശരീരത്തിൽ അഗ്നി കൂടിപ്പോയാൽ നമ്മളെ സ്കിന്നിൻ്റെ എല്ലാം സ്നിഗ്ധതയെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ടെന്ത് പറയുന്നു? ഭൂലോകത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈശ്വരൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്ക പിന്നിലുള്ള ആ ഈശ്വരൻ ലോകത്തിൽ എല്ലായിടവും യജ്ഞത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ലതായ യജ്ഞങ്ങൾ ലോകത്തിന്റെ എല്ലായിടവും അത് സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ലോകത്തിൽ എവിടെ നോക്കിയാലും യജ്ഞത്തിലൂടെ മാത്രമേ ലോകം മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. ഒരു കല്ല്, ഒരു മഴ പെയ്യുമ്പോൾ ആ കല്ലിൻ്റെ സൈസ് എന്തായി പോകും? ചെറുതായി വരും. അവിടെ ഒരു യജ്ഞം നടക്കുന്നുണ്ട്. കല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട്. മഴ പെയ്യുന്നതോറും അത് ഇങ്ങനെ ചലിച്ചും മഴവെള്ളത്തിൽ ഒഴുകും, അതിൻ്റെ സൈസ്. അപ്പം യജ്ഞങ്ങൾ എവിടെയൊക്കെ ഉണ്ട്? ചെടിയിൽ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അകത്തുള്ള ജനിതക ഘടനയിലും വൈറസുകളിലും എല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രപഞ്ചം മുഴുവൻ യജ്ഞം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പലതരം യജ്ഞങ്ങളൊക്കെ ഉണ്ട്. ഇനി 23 ഇവിടെ 23 ദേവത അഗ്നിയാണ്. അഗ്നിയോട് പറയുകയാണ്, നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യജ്ഞകർത്താവ് നിന്നെ പല ആവശ്യത്തിനായി നിന്നെ ഉപയോഗിക്കുകയാണ്.
അഗ്നിക്ക് ഭയപ്പെടുക. നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ടാണ് പല കർമ്മങ്ങളും. യജ്ഞകർത്താവ് അഗ്നി ഉപയോഗിച്ചിട്ട് പല രൂപത്തില് അതിനെ മാറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഒന്നും വേണ്ട. കാരണം എന്തുകൊണ്ട്? ഈ ഒരു അഗ്നിയെ തന്നെ നമ്മൾ പലതാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് വേണ്ടി യജ്ഞകർത്താവ് അഗ്നിയെ പലതരത്തിൽ കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ താപം എന്ന അഗ്നിയെ ശാന്തമായ വെളിച്ചമാക്കി മാറ്റും. വെളിച്ചത്തെ വൈദ്യുതിയാക്കി മാറ്റാനുള്ള സംവിധാനം നമുക്കുണ്ട്. വൈദ്യുതിയെ തന്നെ തരംഗ രൂപത്തിലാക്കി മാറ്റാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ അഗ്നിയെ എടുത്തിട്ട് നമ്മൾ പലതരത്തിൽ അതിനെ പീഡിപ്പിക്കുന്നുണ്ട്. പീഡിപ്പിക്കുക, അതുകൊണ്ട് പരിശ്രമിക്കണ്ട എന്ന് പറയുകയാണ്. അവിടെ പറഞ്ഞ രാഷ്ട്രീയമുള്ളൂ. ഈ അഗ്നിയെ നമ്മൾ പലതരത്തിൽ യജമാനെടുത്ത് പലതരത്തിൽ ഉപയോഗിക്കും. അങ്ങനെ യജ്ഞകർത്താവിലൂടെ അവന്റെ തലമുറകൾ സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ ആ യജ്ഞത്തിലൂടെ യജ്ഞകർത്താവ് എന്താണ് ചെയ്യുന്നത്? ഈ അഗ്നിയെ പലതായി മാറ്റിക്കൊണ്ട് അവന്റെ തലമുറകളെ സംരക്ഷിക്കുകയാണ്. എങ്ങനെയാണ് തലമുറയെ സംരക്ഷിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു രോഗം വന്നു, ക്യാൻസർ, അകത്ത് ഒരു അവയവത്തിൽ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ റേഡിയേഷൻ, ഈ അഗ്നിയെ എടുത്ത് വൈദ്യുതിയെ എടുത്ത് റേഡിയേഷൻ ആക്കി മാറ്റി, എക്സ്റേസ് ആക്കി മാറ്റി അതിനെ പീഡിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് പ്രയോഗിക്കുമ്പോൾ ആ അകത്തുള്ള ക്യാൻസർ സെല്ലുകളെയെല്ലാം കരിച്ചു കളയുന്നുണ്ട്. അങ്ങനെയെല്ലാമാണ് തലമുറയെ സംരക്ഷിക്കുന്നത്. ഭക്ഷണം അഗ്നി എടുത്തിട്ട് ഭക്ഷണത്തിലേക്ക് ചൂടാക്കുമ്പോൾ, ചോറും വെള്ളമെല്ലാം എടുത്ത് ചൂടാക്കുമ്പോൾ ഈ കൊടുക്കുന്ന അഗ്നി ആ ആറ്റത്തിൻ്റെ അകത്തുള്ള ഊർജമായി മാറുകയാണ്. വേറൊരു രൂപമായിട്ട് ആ ദ്രവ്യത്തിൻ്റെ അകത്തേക്ക് അത് ചെയ്യുകയാണ്. അങ്ങനെയാണ് അത് ചോറായി മാറുന്നത്. ആ ചോറാണ് നമ്മളെ തലമുറയിൽ നിലനിർത്തുന്നത്. അപ്പൊ അഗ്നിയെ ഒരു രൂപത്തിൽ നിന്നും വേറെ രൂപത്തിലേക്കെല്ലാം മാറ്റാം. അത് ആധുനിക സയൻസ് അതാണ് ചെയ്യുന്നത്. അതിലൂടെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഭാവി തലമുറകളെയെല്ലാം നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. തൃത്വത്തിനായാലും ദ്വന്ദ്വത്തിനായാലും രണ്ടിനായാലും ഞാൻ നിന്നെ സമീപിക്കുന്നു. തൃത്വം എന്ന് പറയുമ്പോൾ 3 തത്വം. ത്രിഗുണാത്മകമായ കർമ്മത്തിനാലും എല്ലാത്തെയും ദ്വയമായി മാറ്റിയിട്ടാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ദ്വയമായിട്ടാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ആസിഡ് ഉണ്ട്, ബേസ് ഉണ്ട്. ആസിഡ് ഉണ്ടെങ്കിൽ ബേസ് ഉണ്ട്. ആ ദ്വയത്തെ തന്നെ കൂടിച്ചേരുമ്പോഴാണ് മൂന്നാമത്തെ ഉണ്ടാവുന്നത്. ആസിഡും ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സോൾട്ട് എന്നാണ്. ഉപ്പൊന്നും വേണമെങ്കിൽ എടുക്കാം. ഉപ്പുമാരിയുള്ള എല്ലാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്. ആസിഡും ബേസുമാണ്. അത് കൂടി ചേരുമ്പോഴാണ് മൂന്നാമതൊന്നുണ്ടാവുക. അത് തൃത്വത്തിലേക്ക് എത്തും. ഇലക്ട്രോണിന് ഓപ്പോസിറ്റ് എന്താണ്? പ്രോട്ടോണാണ്. ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്, ഇലക്ട്രോണും പ്രോട്ടോണും. ആ രണ്ടെണ്ണം ഉണ്ടാകുമ്പോൾ പിന്നെ അത് 3ആയി മാറും. ഈ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി ചേരുമ്പോൾ ന്യൂട്രോണാണ്. നല്ല ആളുണ്ട്, ചീത്തയാളുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നല്ലയും ചീത്തയും കൂടി ചേർന്ന മനുഷ്യനുണ്ടാകുന്നത്. നല്ലതിന് ദേവൻ എന്ന് പറയാം, ചീത്തേനെ അസുരൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടിയതാണ് മനുഷ്യൻ. അപ്പം മനുഷ്യരിൽ എന്തുണ്ട്? ദേവനും അസുരനുമുണ്ട്, പുരുഷനും സ്ത്രീയുമുണ്ട്. അതുകൊണ്ടാണ് ശിവൻ പുരുഷനും സ്ത്രീയും കൂടി ചേർന്നിട്ടാണ് അർദ്ധനാരീശ്വരൻ ഒന്നായി മാറുന്നു. മൂന്നാമത്തേതായിട്ട് തൃത്വത്തിലേക്ക് വരുന്നു. അപ്പം ദ്വയമാണുള്ളത്. രണ്ടുണ്ടാവുമ്പോൾ എപ്പോഴും അതിൻ്റെ നടുവിൽ എന്തുണ്ടാവും? കടമുണ്ടെങ്കിൽ ധനമുണ്ട്. ദ്വയമായിട്ടാണ്. അത് രണ്ടും കൂടിച്ചേരുമ്പോൾ കടവില്ല ധനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പം തൃത്വത്താലും ദ്വത്താലും നിന്നെ സമർപ്പിക്കുന്നു. ഈ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ 3 അവസ്ഥയിലാക്കി മാറ്റുന്നത്. അതിലൂടെ ഒരുമയും ഉണ്ടാക്കിയെടുക്കുന്നു. എങ്ങനെ ഒരുമയുണ്ടാക്കുന്നത്? ആണും പെണ്ണും കൂടി ചേരുമ്പോഴാണ്
ഒന്നായി മാറുന്നത്. അതാണ് യഥാർത്ഥ മനുഷ്യൻ. ഒരു മനുഷ്യനിൽ അരഭാഗം പുരുഷനും അരഭാഗം സ്ത്രീയാണ്. അത് രണ്ടും കൂടിയാണ് സമന്വയം ഉണ്ടെന്ന് ഒരുമയുണ്ടാക്കുന്നത്. ഇനി 24 വിദ്യുത്തിനെ പറ്റി തന്നെയാണ്, വൈദ്യുതിയെ പറ്റിയാണ് പറയുന്നത്. വൈദ്യുതി എന്ന് പറഞ്ഞാല് ആകാശവും ഭൂമിയും ചേരുന്ന ഇടത്ത് സംഭവിക്കുന്ന അതിൻ്റെ ഒരു പുത്രനായിട്ട് വൈദ്യുതിയെ കാണാം. ഭൂമിയിലുള്ള ജലം ആകാശത്തിൽ പോയി സംയോജിച്ചിട്ട് അവിടെ രണ്ടായി ചേരുമ്പോൾ അവിടെ ഒരു വിദ്യുത് രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും. ആകാശത്തിലെ സൂര്യൻ ഭൂമിയിലെ ജലത്തെ ഉയർത്തി മുകളിലെത്തുമ്പോൾ അത് മേഘമായി മാറി അത് വിദ്യുത് രൂപമായിട്ട് മാറും. ആ വിദ്യുത്തിനെ ഇവിടെ എന്ത് പറയാണ്? ആ ശക്തി ഈശ്വരനാണ് ആ വിദ്യുത്തും അവിടെ ഉണ്ടാക്കിയത്. ആ വിദ്യുത്തിന്റെ ഈശ്വരന്റെ അനുഗ്രഹത്താൽ സുഖം നൽകുവാൻ വേണ്ടി ഞാൻ സുഖം നൽകാൻ കഴിവുള്ളവരുടെ പക്കൽ ഏൽപ്പിക്കുന്നു. ഈ വിദ്യുത്തിനെ മനുഷ്യലോകത്തിന് ഗുണം ചെയ്യാൻ കഴിവുള്ളവരുടെ കൈകളിലേക്ക്, അതായത് എഞ്ചിനീയേഴ്സിന്റെ കൈകളിലേക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പഠിച്ച ആൾക്കാരുടെ കയ്യിലേക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. കാരണം വൈദ്യുതി ആർക്കും കയറിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. തീ സാധാരണക്കാരനെല്ലാം ഉപയോഗിക്കാം, പക്ഷെ വൈദ്യുതി ആൾക്ക് കയറി കൈകാര്യം ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് അതിനെ ഞാൻ പഠിച്ച് വിദ്യാഭ്യാസമുള്ള ജ്ഞാനമുള്ള ജനത്തിന് ഉപയോഗിക്കാൻ കഴിവുള്ളവരുടെ കയ്യിലേക്ക് ഈ വിദ്യുത്തിനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് വൈദ്യുതിയിൽ എന്തെങ്കിലും വയറിനെല്ലാം കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ ആളെ വിളിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് നേരമറിച്ച് അടുപ്പിലൊരു തീ കത്തുമ്പോൾ കുറച്ച് അധികം തീയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ വൈദ്യുതിയുടെ കാര്യത്തിൽ അത് പറ്റില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച നിന്നെ ഞാൻ ഏറ്റുവാങ്ങിയിട്ട്, പ്രകൃതിയുടെ അനുഗ്രഹത്താലാണ് വിദ്യുത്ത് ഉണ്ടായത്. അത് എവിടെ നിന്നാണ് ഉണ്ടായത്? ആകാശത്തിലാണ് ഉണ്ടായത്. നമുക്ക് പരിചയപ്പെട്ട ആദ്യത്തെ വിദ്യുത്ത് എവിടെയാണ്? ആകാശത്തെ മേഘത്തിൽ തന്നെയാണ്. പിന്നെയാണ് നമ്മൾ കൃത്രിമമായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പ്രകൃതി നൽകിയ വിദ്യുത്ത് എവിടെയുണ്ട്? ആകാശത്തിലുണ്ട്. ആ വിദ്യുത്തിനെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആകാശത്തിലെ വിദ്യുത്തിനെ പറയുന്നത്. അവിടെയുണ്ട് വൈദ്യുതി. ആ ഊർജത്തെ നിങ്ങൾ ഉപയോഗിച്ചോണം. ആ ഊർജം ഭൂമിയിലുണ്ട്, നമുക്ക് കൃത്രിമമായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആ ഊർജത്തെ ഞാൻ യജ്ഞം നടത്തുന്നവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ കൈമലേക്കാണ് ഈ വൈദ്യുതി ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ സാധാരണ ജനങ്ങളുടെ കൈമലല്ല. അത് കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. ഏത്? വൈദ്യുതി എന്ന ഊർജം. മഹാദേവൻ ഇന്ദ്രന്റെ വലം കൈയായ നിന്നെ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തിയാണ്. ഇന്ദ്രന്റെ വജ്രായുധമാണ് ഈ പറയുന്ന മിന്നലും. മഴയുടെ കീഴിലെല്ലാം ഉള്ളത് ഇന്ദ്രനാണല്ലോ അവിടെ വെട്ടിയിട്ട് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പം വജ്രത്തെക്കാളും ശക്തിയുള്ള ആയുധം ഏതാണ്? ഈ ഇടിമിന്നലാണ്. വജ്രത്തെ പോലും പൊട്ടിച്ച് നാശമാക്കാൻ ഈ ഇലക്ട്രിസിറ്റിക്ക് കഴിവുണ്ട്. ഇന്ന് പലതും കട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ കഴിവ് കൊണ്ടാണ്. അപ്പം അത് വജ്രമാണ് നമ്മളെ ഏറ്റവും ഹാർഡ് എന്ന് പറഞ്ഞെങ്കിലും അതിലും ഹാർഡായിട്ടുള്ളതാണ് ആര്? ഈ വൈദ്യുതി. അത് ഇന്ദ്രന്റെ വലം കൈയാണ്. അപ്പൊ ഇന്ദ്രന്റെ ആയുധങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വജ്രായുധം എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ആയിട്ടും എടുക്കണം. നീ 1000 ശത്രുക്കളെ കൊന്നെടുക്കാൻ ശക്തിയുള്ളവരാണ്. ഈ ഇലക്ട്രിസിറ്റി 1000 പേരെ കൊന്നെടുക്കാൻ പിന്നെ പറഞ്ഞില്ല. ഇലക്ട്രിക് പോസ്റ്റ് കയറി പിടിച്ചു കൊടുത്താൽ മതി. 1000 പേര് നിരന്ന് പിടിച്ചാൽ എല്ലാത്തിനെയും കൊന്നെടുക്കും. അപ്പൊ നീ അത്രയും ശക്തി നേടിയവനാണ്. ഇന്ദ്രന്റെ വജ്രായുധത്തെക്കാട്ടിയും ശക്തിയാണ് ഈ വൈദ്യുതി. ഇന്ദ്രന്റെ വലം കൈയാണത്. അവനാണ് എല്ലാ കർമ്മങ്ങളും ഇന്ദ്രനാണ് എല്ലാ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട്
പൊട്ടിച്ച് മുറിച്ച് ഒരു കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തു പുതിയൊരു വസ്തു ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മുറുക്കിയും തറക്കുകയും പിന്നെയും യോജിപ്പിക്കുകയാണ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ശക്തി വേണം, അഗ്നി വേണം, അല്ലെങ്കിൽ വൈദ്യുതിയിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇരുമ്പ് കഷ്ണം വൈദ്യുതി ഉപയോഗിച്ചിട്ട് മുറിക്കാം, ചേർത്ത് വെച്ചിട്ട് വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പാർക്ക് വെച്ചിട്ട് വെൽഡിങ് അതിനെ യോജിപ്പിക്കുകയും ചെയ്യാം. അവൻ 1000 ശത്രുക്കളെ കൊന്നൊടുക്കാൻ ശക്തിയുള്ളതാണ് ഈ സാധനം. വളരെ തേജസ്സുള്ളവനാണ്, 1000കണക്കിന് തേജസ്സുണ്ട്. ആ തേജസ്സുള്ള വായുവും നീയാണ്. അത് വായുവിന്റെ രൂപത്തിലാണുള്ളത്. അത് വായുവിന്റെ രൂപമാണുള്ളത്. ഖര, ദ്രവ, വാതകമാണ്. 3 രൂപമാണ്. ഈ 3-ല് വൈദ്യുതിനെ ഏത് രൂപത്തിലെടുക്കാം? വായു രൂപത്തിലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം വായുവിന്റെ രൂപവുമാണത്. ദുഷ്ടശക്തികളെയും തിന്മകളെയും എല്ലാം ഇല്ലാതാക്കുന്നതും നിന്നിലൂടെയാണ്. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമ്മളെ ഏത് പ്രതിബന്ധം, ദുഷ്ടശക്തി, തിന്മകൾ എന്നെല്ലാം പറയുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന എന്ത് പ്രതിബന്ധങ്ങളെയും വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമുക്ക് വേർപെടുത്തിയെടുക്കാം. ഉദാഹരണമായിട്ട് കാട്ടിൽ നിന്ന് ആനയും മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ വൈദ്യുത കമ്പിയല്ലേ കൊണ്ട് വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. നമ്മളെ ഏത് ശത്രുക്കളെയെല്ലാം തിന്മകളെയെല്ലാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമുണ്ടെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്ത് കിട്ടും. ഇനി 25-ാമത്തെ 25-ലെ ദേവത സവിതാവാണ്. അത് ഭൂമിയുടെ സൂര്യന്റെ ഒരു ഭാഗം തന്നെയാണ് ഭൂമി. സൂര്യന്റെ ഒരു സൗരയൂഥ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. സൂര്യന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ദ്വയമായിട്ട് ഭൂമിയും സൂര്യനും ദ്വയമായിട്ട് എടുക്കാം. അതാകുമ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ. അത് ദിവ്യ ആരാധനയിലൂടെയാണ്, നമുക്ക് സൂര്യനെ ആരാധിച്ചതിലൂടെയാണ് നമുക്ക് ഭൂമിയെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ സൂര്യനെ ആരാധിച്ചു, നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണമെന്ന് ആരാധിച്ചപ്പോൾ സൂര്യൻ കടിഞ്ഞിട്ട് ഒരു ഭൂമിയെ പിടിച്ച് അതിൻ്റെ ഭ്രമണപഥത്തിൽ വെച്ചിട്ട് നമുക്ക് തന്നു. സുഖമായ ഒരു സ്ഥലത്ത് ഒരു ഭ്രമണപഥത്തിൽ വെച്ചു, അതിൻ്റെ ഭ്രമണപഥത്തിൽ, എന്നിട്ട് അവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ആരാധനയുടെ മൂല കാരണമാകുന്നു ഈ ഭൂമി. നിന്നിലാണ് പടർന്നിരിക്കുന്ന മൂലികകൾ. ഈ ഭൂമിയിലും എന്തുണ്ടാക്കിയിട്ടുണ്ട്? ചെടികളെല്ലാം പടർത്തിയിട്ടുണ്ട്. എന്തിന്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭൂമിയിൽ ചെടികളെ വെച്ചിരിക്കുന്നത് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അതിനെ ഭൂമിയിൽ പടർന്നു കിടക്കുന്ന ചെടികളെ, ഭൂമിയിൽ പടർന്നു കിടക്കുന്ന ഔഷധങ്ങൾ, ആ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ ഔഷധങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ്. ഇവിടെ എന്താ പറയുന്നത്? അതിനെ നശിപ്പിക്കാൻ ഞാൻ കാരണമാകാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ ഭൂമിയിൽ പടർന്നിരിക്കുന്ന മൂലികകളെ നശിപ്പിക്കാൻ ഞാൻ കാരണക്കാരനാകരുത്. ഭൂമിയിൽ പുല്ല് മുഴുവൻ പടർന്നു കിടക്കുന്നുണ്ട്. അതിനെ യഥാർത്ഥത്തിൽ നശിപ്പിക്കുവാൻ പാടില്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ പുല്ല് പടർന്നത് കൊണ്ടാണ് ഭൂമിയുടെ ചൂട് നിലനിൽക്കുന്നത്. പകല് വന്നിട്ട് ചൂടാക്കിയിട്ട് അങ്ങ് പോകും. പക്ഷേ രാത്രി ചൂട് നിലനിൽക്കുന്നത്, ഇല്ലേ, സൂര്യൻ പോകുമ്പോൾ ഭൂമി എന്തായി പോകും? അതുമാതിരി തണുത്തുറച്ചു പോകും. പക്ഷെ ഭൂമിയിൽ പച്ച പുല്ലുള്ളത് കൊണ്ട് ഭൂമിക്കടിയിലുള്ള സംഗതികൾ ചൂടൊന്നും അത്ര വേഗമൊന്നും വെളിയിൽ നഷ്ടപ്പെടില്ല. ഒരു പുതപ്പ് മാതിരി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ഈ പച്ച പതപ്പ് ഇതുണ്ടല്ലോ, അതൊന്നും നശിപ്പിച്ച് കളയാൻ നമ്മൾ ഇടയാകരുത് എന്ന് പറയാണ്. ഇതെല്ലാം ഭൂമിക്ക് ആവശ്യത്തിനാണ് വെച്ചിരിക്കുന്നത്. ഭൂമിയെ പുതച്ച് വെച്ചിരിക്കുകയാണ് പുല്ലുകളെ കൊണ്ട്. കാരണം അതുകൊണ്ടാണ് ഭൂമി ഭൂമിയാകുന്നത്. അല്ലെ മരുഭൂമി മാതിരിയായിരിക്കും, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാതെയായിരിക്കും. എന്നിട്ടോ നിനക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്നും നല്ല മഴ, തേൻമഴ, അമൃത സമാനമായ മഴ പെയ്ക്കുന്നത്.
ഈ പുല്ലിന് വേണ്ടിയാണ് അമൃത സമാനമായ മഴ പെയ്യുന്നത്. നമ്മൾ വിചാരിക്കും പുല്ലെല്ലാം ഒന്ന് പോയി കിട്ടിയാൽ എന്ത് സുന്ദരമായിരിക്കും ഭൂമി എന്ന്. അങ്ങനെ ഇന്ത്യക്കാണെങ്കിൽ ഏറ്റവും സുന്ദരമായ ഭൂമി എവിടെയാണ്? മരുഭൂമിയിലാണ്. ഒരു പുല്ലുമില്ല, വളരെ നീറ്റാണ്. അവിടെ പോയിട്ട് താമസിച്ചാൽ പോലെ നമ്മൾ അവിടെ ഇഷ്ടപ്പെടുക ഇല്ല. ഭൂമിയെ ഭൂമിയാക്കുന്നത് ഈ പുല്ലുകളാണ്. അതിനെ സംരക്ഷിക്കാനാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ പുല്ലിങ്ങനെ തളച്ച് ഭൂമി മറച്ചും പുതപ്പുമാരി മൂടും. ഇതിന്റെ എല്ലാം കാരണക്കാരനായ ഈശ്വരൻ തിന്മക്ക് ബന്ധനം ഉണ്ടാക്കട്ടെ, തടസ്സമുണ്ടാക്കട്ടെ. അപ്പൊ ഭൂമിയില് എന്ത് തടസ്സങ്ങൾ, എന്തെങ്കിലും തിന്മകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ തന്നെ അതിനെ ഇല്ലാതാക്കട്ടെ. അതായത് ഭൂമിയിലുള്ള പുല്ല് മുഴുവൻ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാലും ഈശ്വരൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് വർഷം വർഷം നമ്മൾ കിളക്കേണ്ടി വരുന്നത്. കിളച്ചാലും ഭൂമിയിലുള്ള പുല്ല് പോകാൻ പോകുന്നില്ല. അത്ര എളുപ്പത്തിലൊന്നും പോകില്ല. ഉണ്ട് കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ട്, ഇപ്പം കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ട് പുല്ല് പോലും കൊടുക്കാതെ മതിയാക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഭൂമിയുടെ നാശത്തിനാണ് ഇരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരൻ രക്ഷിക്കട്ടെ, ഈ പുല്ലുകളെല്ലാം നശിപ്പിക്കാതിരിക്കാൻ. മനുഷ്യരെന്ത് ചെയ്യും? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പുല്ലെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഭൂമി നിലനിന്നാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല. എൻ്റെ പറമ്പ് നല്ല നീറ്റായിരിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ കോൺക്രീറ്റ് അടിച്ച് കയറ്റി. ഇതെല്ലാം പ്രകൃതിക്ക് ദോഷം തന്നെയാണ്. അപ്പൊ അതിനെ രക്ഷിക്കാൻ ആര് തന്നെ രക്ഷിക്കട്ടെ? ഈശ്വരൻ തന്നെ രക്ഷിക്കട്ടെ. നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും ഭൂമിദേവി ബന്ധന വലയത്തിൽപ്പെടുത്തട്ടെ. അപ്പൊ ഭൂമിദേവി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭൂമിയിൽ നമ്മളെ നശിപ്പിക്കാൻ കിടക്കുന്നവരുണ്ട്, നമ്മൾ നശിപ്പിക്കാൻ കിടക്കുന്നവരുമുണ്ട്. നമ്മളും ഭൂമിക്ക് കുറെ ദോഷം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്ന ദോഷം നമുക്ക് ദോഷമായിട്ട് തീരുന്നുമുണ്ട്. ഇപ്പം നമ്മളെ സൗകര്യത്തിന് ഭൂമിയിൽ മുഴുവൻ കോൺക്രീറ്റ് പാകി വീടെല്ലാം വെച്ച് കോൺക്രീറ്റ് പാകുകയാണെങ്കിൽ ഇവിടെ മഴ നിൽക്കില്ല, മഴവെള്ളം നിൽക്കില്ല, എല്ലാം കടലിലേക്ക് പോകും. ഭൂമിക്കടിയിൽ വെള്ളം ഉണ്ടാവില്ല, പിന്നെ കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടില്ല. അപ്പം നമ്മളെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദോഷമായി തീരുകയാണ്. ഇനി മറ്റുള്ളവർ അവരെ കെട്ടിടം നമ്മൾ ഒന്നുമില്ല, നമ്മളെല്ലാം ചെടിയെല്ലാം വെച്ച് വെക്കുകയാണെന്ന് വെച്ചോ. പക്ഷെ മറ്റുള്ളവർ അവരുടെ സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കാണ് അതിൻ്റെ ദോഷം തരുന്നത്, നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടില്ല. അപ്പം നമ്മളും നമ്മളെ സൗകര്യം നോക്കിയിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷമായി തീരുന്നുണ്ട്, മറ്റുള്ളവരെ അവരുടെ സൗകര്യം നോക്കി ചെയ്യുമ്പോൾ നമുക്കും ദോഷമായി തീരുന്നുണ്ട്. ഇവരെ എല്ലാം കൂടിയിട്ട് ഭൂമിദേവി എന്ത് ചെയ്യട്ടെ? ഒരു ബന്ധനത്തിൽ അകപ്പെടുത്തിയിട്ട് സംരക്ഷിക്കട്ടെ. അപ്പൊ ഭൂമിയാണ് ഈ രണ്ട് കൂട്ടരും ഭൂമിന്റെ വേലയാണ് ചെയ്യുന്നത്. ഭൂമിയാണ് അവരെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്ന് പറയുകയാണ്. അടുത്തതിൽ നോക്കാം.